കഴിഞ്ഞ റംസാനിക്ക് നോമ്പ് പറന്നതിന് ശേഷം ഞങ്ങൾ കരിമ്പിൽ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തെരുവുനായ വെയ്ത്തല പാഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ തിരൂരങ്ങാടി നഗരസഭയിൽ തെരുവുനായ ബന്ധീകരണം നടപ്പിലാക്കണം, അത് ഊർജിതാക്കണം നടപടികൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ മാർച്ച് 22-ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് മാർച്ച് 22-ന് കൊടുത്ത പരാതിയിൽ ജില്ലാ കളക്ടറേറ്റിൽ കൊടുത്തിരുന്ന പരാതി തിരൂരങ്ങാടി നഗരസഭ ഒഴിവ് കഴിവ് പറയാമെന്നല്ലാതെ പരിഹാരം കാണുന്നില്ല, അതുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 22 കൊടുത്ത പരാതിയിൽ ഇന്ന് കളക്ടറേറ്റിൽ നിന്ന് ഞാൻ കൊടുത്ത പരാതിയിൽ തെരുവുനായ ആക്രമണം സംബന്ധിച്ച് ശ്രീ ഇമ്രാൻ എന്നയാൾ സമർപ്പിച്ച പരാതി തുടർ നടപടികൾക്കായി തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിക്ക് തന്നെ കൈമാറിയിരിക്കണം, ജില്ലാ കളക്ടർ. അപ്പോൾ അതിൻ്റെ മെയിൽ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ഇതിപ്പോൾ ഇന്നാണ് എനിക്ക് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് അവർ തുടർ നടപടിക്ക് വേണ്ടി സെക്രട്ടറിക്ക് അയച്ച മെയിൽ ഇന്ന് അയച്ചതാണ്. അവർ അതിൻ്റെ ഡേറ്റൊക്കെ അതിലുണ്ട് തന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു മാസമായി തിരൂരങ്ങാടി നഗരസഭയിൽ നിന്ന് ഞാൻ ഒരു വിവരാവകാശം എടുത്തു. ആ പരാതിയിൽ എന്ത് നടപടി എടുത്തുള്ളത്, നടപടി സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിരുത്തരവാദപരമായ മറുപടി ലഭിച്ചു എന്നല്ലാതെ കാര്യമായ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. മറ്റൊന്നതിൽ ഞാൻ വിവരാവകാശപ്രകാരം അവരോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, 2020 മുതൽ 2025 വരെ എത്ര തെരുവുനായകളെ വന്ധീകരിച്ചു എന്നുള്ളത്. അപ്പോൾ തിരൂരങ്ങാടി നഗരസഭ ഒരൊറ്റ തെരുവുനായ പോലും വന്ധീകരിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് മറുപടി തന്നത്. അപ്പോൾ എന്താണ് കാരണം എന്ന് അവർ പറയുന്നത്, ഈ ABC പദ്ധതി, അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിക്കുള്ള ഇവിടെയുള്ള അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരുക്കുമ്പോൾ ഞങ്ങൾ അതിനുള്ള ഫണ്ട് മാറ്റി വെക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് കുറച്ച് കാലം മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, ഏതാനും മാസം മുമ്പ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒരു ഇതും ഉണ്ടാവില്ല, അവർ ഇതിൽ ഇടപെടുന്നു പറഞ്ഞിട്ട് അവർ കൈമർത്തി അവരെ മുഖത്ത് കിടണം, അതായത് സംസ്ഥാന തലത്തിലേക്ക്. അപ്പോൾ ഇത് പരസ്പരം സംസ്ഥാന തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്നെ ജില്ലാ പഞ്ചായത്തും നമ്മളെ മുനിസിപ്പാലിറ്റികളും ഇവരൊക്കെ പരസ്പരം പഴിചാരുക എന്നല്ലാതെ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടാണ് ഒരൊറ്റ തെരുവുനായെ പോലും വന്ധീകരിക്കാനും അതിനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ വീണ്ടും കളക്ടർ നടപടി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സെക്രട്ടറിക്ക് തന്നെ, തിരങ്ങാട്ട സെക്രട്ടറിക്ക് തന്നെ ലെറ്റർ അയച്ചിട്ടുണ്ട് ഞാൻ കൊടുത്ത പരാതിയിൽ. അപ്പോൾ ഇതൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ വെറും പ്രഹസനമായി മാറാന്നുള്ളതാണ്. കാരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണിത്. കേരളത്തിൽ ഒന്നടങ്കം ഈ തെരുവുനായ ആക്രമണം അതിരൂക്ഷമാണ്. എത്രയോ ആളുകൾക്ക് ദിനേന കടിയേൽക്കുന്ന, പിന്നെ നമ്മളെ പെരുവള്ളൂരടക്കം പല സ്ഥലങ്ങളും ചെറിയ കുട്ടികൾ മരണപ്പെടുന്ന സ്ഥിതി തെരുവുനായയുടെ കടിയേറ്റ്. കുട്ടികളെ ഒരു മദ്രസയിൽ വിടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം രക്ഷിതാക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒപ്പം വേണമെന്നുള്ളൊരു സ്ഥിതി വണ്ടിയിലേക്കും വിടുമ്പോൾ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും 5 വർഷമായിട്ട് തിരൂരങ്ങാടി നഗരസഭയിൽ ഒരു തെരുവുനായ പോലും വന്ധീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കതിലും ഇതേ സ്ഥിതി തന്നെ ആവും. അപ്പോൾ ഇവർ മുനിസിപ്പാലിറ്റി സൗകര്യമില്ല, ജില്ലാ പഞ്ചായത്ത് ഒരുക്കുമ്പോൾ ശരിയാക്കി തരുമെന്ന് പറയാം, ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റം പറയാം. അപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പരസ്പരം പഴി ചാരാതെ ഇവർ എന്നാണിനി ഒത്തൊരുമിച്ചിട്ട് ഈ വിഷയം ഒന്ന് പരിഹരിക്കുക. കാരണം എത്രയോ കാലമായിട്ടുള്ള ഒരു ഭീഷണിയാണ്. അതോടൊപ്പം ഇത്തരത്തിൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ നേരെ അത് ഒരു തെരുവുനായ പോലും വന്ധീകരിക്കാൻ സൗകര്യമില്ലാതെ ചെയ്തിട്ടുമില്ലാത്ത നഗരസഭൻ്റെ സെക്രട്ടറിക്കാണ് കളക്ടറേറ്റിൽ നിന്ന് കളക്ടറെ വീട്ടിലവിടെ തുടർ നടപടി സ്വീകരിക്കാൻ ലെറ്റർ അയക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇതിനൊക്കെ ഒരു മാറ്റം എന്നാണ് വരിക എന്നുള്ളതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം.